പുറത്തിറങ്ങിയപ്പോൾ സന്തോഷമല്ലായിരുന്നല്ലേ? കുറച്ച് പേടിയായിരുന്നു. കുറച്ചല്ല, നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടുകാരെ ആരെയും അറിയിക്കാതെ 3 മാസം വെച്ചിരുന്നത്. 3 മാസമോ? 3 മാസം. 3 മാസം ഉണ്ടായിരുന്നു. 2 മാസം. അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഹാപ്പി ആയിരുന്നു. അമ്മയാവുമ്പോഴത്തേക്കാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? അതൊരു നല്ല മീൻസ് ലോകത്തിലെ ഏറ്റവും നല്ല ഫീലിംഗ് അല്ലേ അമ്മ എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു നല്ല ഫേസ് ഓഫ് ലൈഫ്. കേട്ടില്ല വെറുതെ. As to thank God for the gift of their child, we gather to welcome our child as a new member of the Christian community. We are the community with whom he or she will celebrate life's special moments and to whom he or she will turn in times of need. In this special circle of family and friends, we are bound together by love and respect. May we always have profound love for this child and deep respect for one another. The love of father and mother will teach the child beauty of feelings, the importance of communication, and the comfort of presence. പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഹെവൻസ് ഗിഫ്റ്റ് എന്ന് പേരിടണം. അങ്ങനെ ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച പേരാണ് സെലിയോ. സെലിയോയുടെ മീനിങ് ഹെവൻ എന്നാണ്. സോ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതത്തിൽ അമ്മയാവുക എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുൾ ഫീലിംഗ് ആണ്. സീരിയസ്ലി കുറേ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി പീരീഡിൽ ഞാൻ വിചാരിച്ചത് അതാണ് ഏറ്റവും കഷ്ടപ്പെട്ട സമയമെന്ന്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഡെലിവറി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ആയിരുന്നു വലിയ തലവേദന. ഡെലിവറി കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡെലിവറിയുടെ സമയത്ത് ആകെ ഒറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, മീൻസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി കിട്ടണം, അത്ര മാത്രം, വേറെ ഒന്നുമില്ല. അവനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ സി സെക്ഷൻ ആയിരുന്നു. അപ്പം അവരെ നമ്മളുടെ വയറ്റിൽ നിന്ന് അവരെ അടുത്ത് പുറത്ത് ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഫീലിംഗ് അതിപ്പോൾ എനിക്ക് വാക്കിൽ പറഞ്ഞ് തീർക്കാനറിയില്ല. പക്ഷെ അതൊരു ഭയങ്കര അമേസിങ് ഫീലിംഗ് ആണ്.
കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അഡ്മിറ്റ് ആയത് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ റോസിന് ഭയങ്കര സങ്കടമായിരുന്നു ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ മറ്റേ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്തിട്ട് നടന്നില്ല. അതുകൊണ്ടാണ് സി സെക്ഷന് പോയത്. നമ്മളിന്നൊരു പുതിയ ജീവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് അത് വാക്കുകളിൽ അല്ലെങ്കിൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വലിയ എന്താ പറയുക കൃപ.